ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്ന് ഞാൻ ഈ ചപ്പാത്തി, പുട്ട്, ഇഡലി എല്ലാം കഴിച്ച് എൻ്റെ പൊന്ന് ഗൈസ് ഞാൻ മടുത്ത്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്നലെ ഇച്ചിരി ചക്ക കിട്ടിയായിരുന്നു കേട്ടോ, അത് വേവിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ബാലൻസ് മിച്ചം ചക്ക വന്നു. അപ്പം ഞാൻ ഓർത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചക്കപ്പഴങ്ങിനി ആയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ചക്കപ്പഴങ്ങിനി കുടിക്കണമെങ്കിൽ അതിന് കാന്താരിമുളകൊക്കെ നല്ലതായിട്ടൊക്കെ ചതച്ചൊക്കെ ഇട്ടാലല്ലേ ടേസ്റ്റ് കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ കാന്താരിമുളക് ഇല്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു മുളക് ചാലിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മുളക് ചാലിച്ചതും ചക്കപ്പഴങ്ങിനും എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അതേ മുളക് ചാലിക്കാനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് കുറച്ചിടാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. നന്നായിട്ട് അതിങ്ങനെ ചതഞ്ഞ പോലെ ആകണം. എന്നാൽ മാത്രമേ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ. അല്ല ചുമ്മാതെ ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ടാൽ ഇതിനൊരു ടേസ്റ്റ് ആണ്. അതിലേക്ക് ഇച്ചിരി നന്നായിട്ട് ഇച്ചിരി ഉടച്ചിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ഈ ഒരു കഴുത്തിലായി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എനിക്ക് മുളക് പൊടി ഒത്തിരിയൊന്നും വേണമെന്നില്ല, ലേശം. ഞാനതേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യും. ഞാൻ നന്നായിട്ട് എണ്ണ കഴിക്കും കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് എണ്ണ ഉപ്പൊക്കെ നന്നായിട്ട് വേണം. ഓക്കെ, ഫിനിഷ്. എണ്ണ ഇങ്ങനെ ഒഴുകും ഗൈസ്. അപ്പോൾ ഈ താണ് ഇന്ന് നമ്മൾ പിടിക്കാൻ പോകുന്നത് കേട്ടോ. തൈര് ഒഴിച്ചിട്ടുണ്ട്, അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഈ മുളകും കൂട്ടി. അപ്പം എങ്ങനെ നമുക്ക് കഴിച്ച് നോക്കിയാലോ? ആദ്യം ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ചക്കപ്പഴങ്ങിനെ പിടിച്ച് എനിക്കൊന്ന് വണ്ണം വെക്കുമെന്ന് എല്ലാവരും പറയുന്നു. വീട്ടിലൊക്കെ ഇരുന്ന് വണ്ണമൊക്കെ വെച്ചൊന്ന് സെറ്റ്. ഇപ്പോൾ നമുക്ക് ഇവനെ ഇച്ചിരി അങ്ങോട്ട് ഇട്ടേക്കാം. സൂപ്പർ. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഇനി ഇതിന്റെ വെള്ളം കൂടി ഇച്ചിരി കുടിക്കാം. സൂപ്പർ. എനിക്ക് പക്ഷെ എന്നെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും എനിക്കിഷ്ടം ഉള്ളി ചോറ്, പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇവിടെ വന്നാണ് ഏട്ടൻ്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെയും രാവിലത്തെ കാപ്പികളൊക്കെ കുടിക്കാൻ തുടങ്ങി. അല്ലാതെ എനിക്ക് ചോറിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കഴിച്ച് തീരാറായി. കിട്ടുന്നില്ല, ചോറ് കിട്ടുന്നില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്ക് വെള്ളം അങ്ങനെ ഒത്തിരി കുടിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ അതിനകത്താണ് ഗുണമെന്നാണ് പറയുന്നത്. മുളക് തിന്നു, ചോറ് തിന്നു. അതുപോലെ കുടിക്കാനുള്ള ത്രാണിയിൽ നന്നായിട്ട് വയറ് നിറഞ്ഞു. ഇന്നത്തെ അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ടും അനങ്ങാൻ മേല. അപ്പം അടുത്തൊരു വീഡിയോ ഒക്കെ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.